മന്ത്രിമാർ അതാരൊക്കെയാണ് എന്നുള്ള തർക്കം അത് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുകയാണ്. തർക്കമുള്ളതിൽ ഒന്നിലധികം പേരുകൾ ഉൾപ്പെടുത്തി ഹൈക്കമാൻഡിന് മന്ത്രിമാരുടെ പട്ടിക നൽകാനാണ് ധാരണ. മന്ത്രി പട്ടികയിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ആർ കിരൺ ബാബു വിവരങ്ങൾ നൽകും. കിരൺ, അതായത് ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 12 മന്ത്രിമാർ അതിൽ നിൽക്കുന്നില്ലല്ലോ കണക്കുകൾ. അപ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള കണക്കുകൾ അത് ലിസ്റ്റായി നൽകി അവിടെ ഒരു വെട്ടിക്കിഴക്കൽ വരുത്തേണ്ടത് ഡൽഹിയിൽ നിന്നാണെന്നാണോ? സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ധാരണയിലാണ് എത്തുന്നത്. കാരണം കൃത്യം 11 മന്ത്രിമാരെ തീരുമാനിക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പലതവണ ചർച്ചകൾ നടത്തി. അപ്പോഴും കോൺഗ്രസിൽ നിന്ന് വരേണ്ട 11 പേർ ആരൊക്കെ എന്നതിലാണ് പ്രധാനമായ തർക്കം നിലനിൽക്കുന്നത്. ഈ 3 പേർ പ്രധാന നേതാക്കളും ചില പേരുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരുകൾ കൂടി ഉൾപ്പെടുത്തി 11 എന്നതിന് പകരം 14 15 പേരുകൾ അടങ്ങുന്ന ഒരു പട്ടിക ഹൈക്കമാൻഡ് നൽകുക. അവിടെ ബാർ ഇട്ട് തന്നെ ഓരോരുത്തരുടെ പട്ടികയിൽ അധികമായുള്ള പേരുകൾ നൽകുക. അതിൽ ഹൈക്കമാൻഡ് അവസാന തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് KC പക്ഷം. അപ്പോൾ VD സതീശൻ VT ബൽറാമിന് വേണ്ടിയാണ് ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും VT ബൽറാമിന്റെയും അടക്കം പേരുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ അധികമായി ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ആരുടെ പേര് വെട്ടിപ്പോകും എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു പേരുകൾ. മാത്യു കുഴൽനാടിൻ്റെ പേര് KC പക്ഷമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മാത്യു കുഴൽനാടിൻ്റെ പേരും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ പേരുമുണ്ട്. എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേരും മാത്യു കുഴൽനാടിൻ്റെ പേരും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിക്കുക. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് മലബാറിൽ നിന്ന് പ്രാതിനിധ്യമില്ല എന്നുള്ളത് ശിവഗിരി മഠം പ്രതിനിധികളടക്കം വന്ന് പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നു. അതിൽ ഗൗരവമായ തീരുമാനമുണ്ടാകണമെന്നും ഒരാളെ കൂടി നൽകണം എന്നുള്ളത്. നേരത്തെ അങ്ങനെ 3 പേർക്ക് നൽകാം ായിരുന്നു ധാരണ. പിന്നീടാണ് ആ ധാരണയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നത്. അവിടെ 3 പേരുകളാണ് പ്രധാനമായും വരുന്നത്. ഒന്ന് വിദ്യാ ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് വിദ്യാ ബാലകൃഷ്ണന്റെയും ജയന്തിന്റെയും പേരുകളും മറ്റൊന്ന് സുമേഷ് അച്യുതന്റെ പേരുമാണ്. ഈ 3 പേരുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏതെല്ലാം പേരുകൾ ആരുടെയൊക്കെ പേര് ഉൾപ്പെടുത്തി വേണം ഹൈക്കമാൻഡ് നൽകണം എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന 3 പേരുടെ പേരുകൾ ആ പേരുകളും അതുപോലെ തന്നെ ഉൾപ്പെടുത്തുക. അൻവർ സാദത്തിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും T സിദ്ദിഖിന്റെയും പേര് അതേപോലെ ഉൾപ്പെടുത്തുക. ഇതിൽ നിന്ന് ആരെ 2 പേരെ ഒഴിവാക്കണമെന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണോ അതോ VT ബൽറാം വേണോ എന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനം വരട്ടെ. മലബാറിൽ നിന്ന് ഉൾപ്പെടുത്തേണ്ടത് അത് ജയന്തിനെയാണോ അതോ വിദ്യാ ബാലകൃഷ്ണനെയാണോ സുമേഷ് അച്യുതനെയാണോ ആ വിഷയത്തിലും ഹൈക്കമാൻഡ് തീരുമാനം വരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ഉണ്ടാക്കിയ ധാരണ. പക്ഷേ അത് അല്പം കൂടി ചെറിയ പട്ടികയിലേക്ക് എത്തണം. അതിൽ 1-2 പേരെ കൂടി ഒഴിവാക്കി പട്ടിക ഒരു 3-ൽ കൂടുതൽ അധികമായി നൽകേണ്ടതില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് പോകണമെന്നാണ് ഇപ്പോൾ നേതാക്കൾ ആലോചിക്കുന്നത്. പക്ഷേ അത്തരം ഒരു ധാരണ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്തായാലും ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു അന്തിമ പട്ടിക 11